ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂളൊക്കെ തുറക്കാൻ ഇനി കുറച്ച് ദിവസമല്ലേ ബാക്കിയുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ബുക്ക് കവർ പേജ് അല്ലെ ഫ്രണ്ട് പേജ്, അങ്ങനത്തെ കുറച്ച് ഒരു 4 ഐഡിയാസ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇതിന് നമുക്ക് അധിക സാധനങ്ങളൊന്നും വേണ്ട. ഈ കവർ പേജ് ഡിസൈനിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് നോർമൽ ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രമാണ്. ഞാനിത് ബുക്കിൽ വരച്ച് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈസി ആയിട്ട് നമുക്കിത് കവർ പേജ് ഇപ്പോൾ വൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് പൊതിയുന്നതെങ്കിൽ ഫ്രണ്ട് പേജിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കവർ പേജിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമുക്ക് സെറ്റാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഐഡിയ ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഇതുപോലെ ഈ കാണുന്ന പോലെ ഒന്ന് വരച്ചെടുക്കുക, പെൻസിൽ വെച്ചും പേന വെച്ചും. എന്നിട്ട് അതിലൂടെ നമുക്ക് ഈ ഒരു ഹൈലൈറ്റർ വെച്ച് ഒന്ന് ചെക്ക് വരച്ച് ഒരു ഗ്രിഡ് പാറ്റേൺ സെറ്റ് ചെയ്തെടുക്കുന്നു. കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതൊരു കെമിസ്ട്രി ബുക്കാണെന്ന്. അങ്ങനെ നമ്മൾ ആ ഒരു സംഭവമൊക്കെ വരച്ച് അങ്ങ് സെറ്റ് ചെയ്തെടുത്തിട്ട് കെമിസ്ട്രി എന്നുള്ള അടുത്തിട്ട് എഴുതിയെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. ഇത് ഭയങ്കര സിമ്പിളാണ്. കെമിസ്ട്രിയിൽ നിന്ന് ഞാൻ എഴുതിയപ്പം കുറച്ച് ദൂരോട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എഴുതുമ്പോൾ കുറച്ചും കൂടെ അടുത്ത് എഴുതുവാണെങ്കിൽ സെറ്റായിട്ട് കിട്ടും. ആ വൈ ഒക്കെ നമുക്ക് കറക്റ്റ് കിട്ടും. അതൊന്ന് ഷെയ്ഡ് ചെയ്തെടുത്തു. അങ്ങനെ സംഭവം സെറ്റായിട്ടുണ്ട്. സംഭവം ഓൾമോസ്റ്റ് സെറ്റായപ്പോൾ ഇനിയിപ്പോൾ അതിനൊന്ന് ഡിസൈനൊക്കെ കൊടുത്തെടുക്കുക. ആ ഡിസൈനൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് സംഭവമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ എസ്സും വൈയും കുറച്ച് ബോറായിട്ടുണ്ട്. നിങ്ങളതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനിയാണ് മെയിൻ സംഭവം. നമ്മൾ നോട്ട്സ് പോലൊരു സാധനം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ക്ലാസ് നെയിം, റോൾ നമ്പർ, സബ്ജക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. പ്ലാനർ ബുക്കൊക്കെ പോലത്തെ ഒരു മിനി ബുക്ക് നമ്മൾ വരച്ചങ്ങ് എടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഐഡിയ റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഐഡിയ. അപ്പോൾ വീണ്ടും ഒരു പ്ലെയിൻ ബുക്ക് എടുക്കുക. ഇത് തുടങ്ങി ഇതൊരു ബയോളജി ബുക്കാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ബയോളജിയൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ജീവനുള്ള പൂക്കളൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് പൂവൊക്കെ വരച്ചതായി ഇതുപോലൊരു ചെടി അങ്ങ് വരച്ച് സെറ്റ് ചെയ്തെടുക്കുന്നു. പിന്നെ അതിനൊന്ന് കളർ കൊടുത്ത് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ, അങ്ങനെ കളറൊക്കെ കൊടുത്ത് റെഡിയാക്കി ഇതായി കാണുന്ന പോലെ 2 സെറ്റ്സ് വരച്ചെടുക്കുന്നു. കുറച്ച് ഹാർട്ടും വരയ്ക്കുന്നു. പിന്നെ ബയോളജി എന്ന് എഴുതി നെയിമും ക്ലാസ്സും റോൾ നമ്പറും ഒക്കെ എഴുതുമ്പോൾ സെറ്റാകും. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഐഡിയ കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് നമ്മുടെ തേർഡ് ഐഡിയ ആണ്. തേർഡ് ഐഡിയ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഇതുപോലത്തെ പഴയ വിൻറ്റേജ് പേപ്പേഴ്സും കുറച്ച് കളർ പേപ്പറും ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ പീസാക്കി പേപ്പേഴ്സ് എടുത്തതായി കാണുന്ന പോലെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ആ സബ്ജക്റ്റ് നെയിം എഴുതുക. ഹൈലൈറ്ററോ സ്കെച്ച് പെന്നോ എന്ത് വേണേ വെച്ചതാ ഇതുപോലെ നെയിമൊക്കെ എഴുതി സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി. ഇത് നമ്മുടെ ഫോർത്ത് ഐഡിയ ആണ്. നമ്മളൊരു സോഷ്യൽ സയൻസിൻ്റെ നോട്ട്ബുക്കാണ് സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. ഇത് നമ്മളൊരു യെല്ലോയിഷ് ആയിട്ടുള്ളൊരു കളറും ബ്രൗൺ കളർ പേപ്പറുമാണ് നമുക്ക് ആവശ്യം. എൻ്റെ ഈ ബ്രൗൺ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മരുന്നിൻ്റെ ഒക്കെ കൂടെ കിട്ടത്തില്ലേ, മരുന്ന്, ഡ്രസ് കവർ, അങ്ങനെ കിട്ടുന്ന ഒരു ബ്രൗൺ പേപ്പർ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന പോലെ. ഇതിൽ അതേ ഉള്ളായിരുന്നത് കൊണ്ടാണ് അതിന് അത്ര ഭംഗിയില്ലാതിരിക്കുന്നത്. പക്ഷേ നിങ്ങളത് നല്ലതുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തു. ബോർഡറൊക്കെ വരച്ച് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നു. എല്ലാ വശവും ഇതുപോലെ ഒട്ടിക്കുന്നു. അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് സെറ്റായി. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു വിൻറ്റേജ് പേപ്പർ കട്ട് ചെയ്തെടുത്ത് സെൻറ്ററിൽ ഒട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ബ്രൗൺ പേപ്പർ ഒട്ടിക്കുക. എൻ്റെ ബ്രൗൺ പേപ്പർ തീരെ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേപ്പറായി പോയത്. പിന്നെ ഒരു പീസും കൂടെ ഒട്ടിച്ച് അതിലേക്ക് ഒരു വൈറ്റ് പേപ്പറും കൂടെ ഒട്ടിക്കുക. എന്നിട്ട് നെയിമും ക്ലാസ്സും സബ്ജക്റ്റും എഴുതുക. പിന്നെ നമ്മൾ മെയിൻ ഒട്ടിച്ച ബ്രൗൺ പേപ്പറിൽ നമ്മുടെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൻ്റെ പേരൂടെ എഴുതിയ പരിപാടി ഈസി കഴിഞ്ഞു. പിന്നെ നമ്മളൊരു ബോ ആണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. അത് അത്രയും കൊണ്ട് ഏറ്റിട്ടില്ല, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, പോട്ടെ. പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു കവർ പേജ് സെറ്റായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്